കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോംസിൽ ഡെറിവേറ്റീവ്സിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോംസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് എഫ് ഓഫ് ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെന്ന് അറിയാമെങ്കിൽ ആണെങ്കിൽ നമുക്ക് എഫ് എൻ ടൈം ഡിഫറൻഷ്യബിൾ ആണ്. ഞാൻ ഈ തിയറത്തിൽ സ്റ്റേറ്റ് ചെയ്ത കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് nth ഡെറിവേറ്റീവ് ഓഫ് എഫിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ ഇക്വേഷൻ ഉപയോഗിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ഇക്വേഷനിൽ കൊടുത്താൽ n=1 ചൂസ് ചെയ്താൽ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണും, സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണും. ഇക്വേഷൻ ഇതാണ്. തേർഡ് ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാനുള്ള ഇക്വേഷൻ ഇതുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. ഫസ്റ്റ് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഡെറിവേറ്റീവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നുള്ള ഈ ഒരു ഐഡിയ നമുക്ക് ഉപയോഗിക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതായത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. യൂസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ടു സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം dy/dt പ്ലസ് 3y ഈസ് ഈക്വൽ ടു 13 sin 2t y of 0 ഈക്വൽ ടു 2. ഇതേപോലുള്ള ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ മുന്നും. അതിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ല, വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് അസ്യൂം ചെയ്യാം? നമുക്ക് നമ്മുടെ സൊല്യൂഷനായിട്ടുള്ള വരുന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒന്ന് അസ്യൂം ചെയ്ത് കൊടുക്കുക. y of t is equal to ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y of t is equal to ക്യാപിറ്റൽ y of s. അത് നമ്മൾ അസ്യൂം ചെയ്യുക. നമുക്ക് എന്ത് കണ്ടെത്തുക? ഇനി നമ്മൾ ചെയ്യുക, ഈ വൈൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് കണ്ടെത്തും, എന്നിട്ട് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് y എന്താണെന്ന് കണ്ടെത്തും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെറിവേറ്റീവ്സിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് കാണാം. പിന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം, ലീനിയാരിറ്റി പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y of t is equal to ക്യാപിറ്റൽ y of s. Now we take the transform, that is Laplace transform of each member of the differential equation. അതായത് ഇക്വേഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഇക്വേഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റിലും അപ്ലൈ ചെയ്യേണ്ടി വരും. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് വിൽ ബി ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി കൊടുത്താൽ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ സ്പ്ലിറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള കോൺസ്റ്റൻസിനൊക്കെ പുറത്തേക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ, അഡീഷണൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെയായിട്ട് മാറും? ഇതേ രൂപത്തിലായിട്ട് മാറും. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് dy/dt പ്ലസ് 3 പുറത്ത് വരും. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഈക്വൽ ടു 13 പുറത്ത് വരും. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin 2t. ഓക്കെ, ഇനി ഇവിടെ ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാനുള്ള ഇക്വേഷൻ കൊടുക്കുക. സപ്പോസ് നമ്മളുടെ വൈന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ y of s ആണെങ്കിൽ dy/dt അതിന്റെ വൈന്റെ ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും വരിക? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന കരുതുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് dy/dt ഈസ് ഈക്വൽ ടു s ഇൻറ്റു y of s മൈനസ് y of 0. ഇവിടെ s ഇൻറ്റു y of s, y of 0 ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷനാണ്. y of 0 എന്താണ്? 6 ആണ്. അപ്പോൾ 6 കൊടുക്കുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? s ഇൻറ്റു y of s മൈനസ് 6. അതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് dy/dt പ്ലസ് 3 ഇൻറ്റു y of s ഈസ് ഈക്വൽ ടു 13
ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t നിങ്ങൾക്ക് അറിയായിരിക്കും. സൈൻ 8ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് അറിയാം. അപ്പോൾ അതിൽ കൊടുത്താൽ സൈൻ 2tന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 2/s² + 4 അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 × 13 വരും, അത് 26/s² + 2² അതായത് 4. ഇനി എന്ത് ചെയ്യുക, y of s വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുക, ഒരു സൈഡിലേക്ക് മാറ്റുക, ബാക്കിയുള്ള ടേംസിന് ഇക്വേഷന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ -6നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ +6 ഉണ്ടാവും. പിന്നെ ലെഫ്റ്റിൽ ബാക്കി ഉണ്ടാവുക s × y of s ഉം 3 × y of s ആണ്. y of s നെ ഫോം എടുത്താൽ ബാക്കി നമുക്ക് എങ്ങനെ എഴുതാം, s + 3 × y of s = -6 + 6 ആവും, +6 + 26/s² + 4. അതായത് നമ്മളുടെ y of s എന്തായിരിക്കും, ഇനി s + 3നെ റൈറ്റിലേക്ക് മാറ്റും. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്നുള്ള രൂപത്തിൽ വരും. y of s = 6/s + 3 + 26/s + 3 × s² + 4. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യാൻ പല രീതിയിൽ ചെയ്യാം. സാധാരണ നമ്മൾ ഫ്രാക്ഷൻസിന് ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ s + 3 ഉണ്ട്, ഇവിടെ s² + 3 × s² + 4 ആണ്. അപ്പോൾ ഇവിടെ ഈ ടേമിന് ഡിനോമിനേറ്ററിൽ s² + 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്ററിലും s² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും, 6/s + 3 + 26/s + 3 × s² + 4. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരാം, 6 × s + s² + 4 s + 3 / കൊടുക്കുക. കാരണം അപ്പോൾ ഡിനോമിനേറ്ററിൽ സെയിം ആയിട്ട് വരും, s² + 4 + 26. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, 6നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 6x² + 24 + 26 വരും. 24 + 26 50. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് എന്ത് വരും, 6x² + 50/s + 3 × s² + 4. ഇതാണ് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇതൊരു എസിലുള്ള ഒരു റാഷണൽ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന അത്ര സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടാൽ മതിയാവും. പക്ഷേ ഇവിടെ ഓൾറെഡി സിംപ്ലിഫൈഡ് ആണ്. 6x² + 15 ഇനി കൂടുതലായിട്ട് ഫാക്ടറൈസ് ചെയ്യാനൊന്നും കഴിയില്ല. ഫാക്ടറൈസ് ചെയ്താലും ഡിനോമിനേറ്ററിൽ ക്യാൻസൽ ചെയ്തൊന്നും പോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുക. നോക്കുക, ഇവിടെ ഒരു ന്യൂമറേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഇവിടെ ഒരു s + 3 എന്നുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, പിന്നെ s² + 4 എന്നുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അത് ഇനി എന്താ ചെയ്യാൻ പറ്റില്ല, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. s² + 4നെ ഇനി ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ റാഷണൽ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന പാർഷ്യൽ ഫ്രാക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന കരുതാണ്. ഒന്നുകൂടെ കാണിക്കാം. യെസ്, നമുക്ക് വരുന്നത് ഈ 5th കേസാണ് അല്ലേ. ന്യൂമറേറ്ററിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, പിന്നെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ x - a എന്നുള്ള രൂപത്തിൽ, പിന്നെ x² + bx + c എന്നുള്ള ഫോമിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ ഇതേ രൂപത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 6x² + ഓക്കെ, നമുക്ക് 6x² + 50/s + 3 × s² + 4 എന്നുള്ള അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ a/s + 3 + bs + c/s² + 4 എന്നുള്ള രൂപത്തിലാണ്. ഇനി നമുക്ക് എയും ബിയും സിയും ഒക്കെ കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം തന്നെ പല എയും ബിയും കണ്ടെത്താൻ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം ഇവിടെ ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും,
ഫസ്റ്റ് ടേമിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ S+3 ക്യാൻസൽ ആകും. പിന്നെ ഉണ്ടാവുക A ഡിവൈഡ് ബൈ A ഇൻറ്റു S² + 4 എന്നുണ്ടാവും. ഓക്കെ, ബാക്കി ഈ ടേമിന് ത്രൂ ഔട്ട് റൈറ്റ് സൈഡിലേക്ക് മാറ്റും. പിന്നെ BS+C ഓൾറെഡി ഉണ്ട്. പിന്നെ S+3 × S² + 4 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. S² + 4 ക്യാൻസൽ ആവും. പിന്നെ ബാക്കി ഉണ്ടാവുക S+3 മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം? 6x² + 50 = A × S² + 4 + BS+C × S+3. നമുക്ക് ഇനി A കണ്ടെത്താം, B കണ്ടെത്താം, C കണ്ടെത്താം. A കണ്ടെത്താൻ എളുപ്പമാണ്. നമുക്ക് ഈ ബിയും സിയും വരുന്ന ടേമിന് 0 ആക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എനെ കണ്ടെത്താം. അതിന് ഏറ്റവും നല്ല ചോയ്സ് എസിന് എന്ത് ചൂസ് ചെയ്യാം? -3 ചൂസ് ചെയ്താൽ എസ് ഇവിടെ 0 ആയിട്ട് പോകും. പിന്നെ എ വരുന്ന ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ S = -3 ചൂസ് ചെയ്യാം. അപ്പോൾ -3 ലെഫ്റ്റിൽ എസിന് -3 കൊടുത്താൽ 6 × -3 ഹോൾ² + 50 വരും. അത് 104 = A × -3² 9 + 4 13 വരും. അപ്പോൾ A × 13, അതായത് നമുക്ക് A എന്ത് കിട്ടും? 104 / 13 വരും. 104 / 13 8 ആണ്. അപ്പോൾ എന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബിയും സിയും കണ്ടെത്തണം. അപ്പോൾ ഇനി ബിയും സിയും കണ്ടെത്താൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ S² + 4 0 ആയിട്ട് വരുന്ന രീതിയിൽ ഒരു എസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല. ഒരു റിയൽ നമ്പർ എസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കഴിയില്ല, അങ്ങനെ ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം S² എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ S² + 4 ഒരിക്കലും 0 ആവില്ല. അപ്പോൾ ആ ഒരു മെത്തേഡ് ഒഴിവാക്കുക. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ലെഫ്റ്റിൽ ഒരു പോളിനോമിയലാണ്, റൈറ്റിലും ഒരു എസിലുള്ള ഒരു പോളിനോമിയലാണ്. അപ്പോൾ പോളിനോമിയൽസിനെ കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഐഡിയ. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് 6x² + എനെ നമ്മൾ 8 ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 8 × S² + 4 + BS + C × S+3 എന്നുള്ള ഈക്വേഷനിലെത്തും. ഇവിടെ നിന്ന് നമുക്ക് കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യാം. അതായത് S² കോയിഫിഷ്യന്റിനെ കമ്പയർ ചെയ്യുക, എസിന്റെ കോയിഫിഷ്യന്റിനെ കമ്പയർ ചെയ്യുക, പിന്നെ കോൺസ്റ്റന്റ് ടേംസിനെ കമ്പയർ ചെയ്യാം. അപ്പോൾ S² ലെഫ്റ്റിലുള്ള കോയിഫിഷ്യന്റ് എന്താണ്? 6 ആണ്. അപ്പോൾ 6 = ഇവിടെ S² എവിടെയൊക്കെ വരുന്നുണ്ട്? ഇവിടെ ഒരു 8s² വരുന്നുണ്ട്. പിന്നെ ഇവിടെ BS² വരുന്നുണ്ട്. അതാണ് റൈറ്റിലുള്ള S². അതായത് നമുക്ക് S² റൈറ്റിൽ വരുന്നത് 8s² + BS². അപ്പോൾ S² കോയിഫിഷ്യന്റ് എന്താണ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8 + BS² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 8 + B ആണ് നമ്മളുടെ റൈറ്റിലുള്ള S² കോയിഫിഷ്യന്റ്, ലെഫ്റ്റിൽ 6. അപ്പോൾ 6 = 8 + B എന്ന് കിട്ടും. അവിടെ നമുക്ക് ബിന്റെ വാല്യൂ കണ്ടെത്താം. ബി എന്താ വരാം? B = 8നെ ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ 6 - 8 വരും, -2. അപ്പോൾ ബി എന്താന്ന് കിട്ടി. അത് ഇവിടെ ബിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സിന്റെ കിട്ടും. ഓക്കെ, ബി എന്താണ്? -2. അപ്പോൾ 0 = 3 × -2 വരും. അതായത് -6 + C, അതായത് -6 + B എന്ന് പറയുമ്പോൾ C = 6. അപ്പോൾ സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. 3C = അതായത് കോൺസ്റ്റന്റ് ടേമിനെ കൺസിഡർ ഈക്വേറ്റ് ചെയ്യുമ്പോൾ 50 = റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റന്റ് ടേം 8 × 4 24, പിന്നെ C × 3. അപ്പോൾ 8 × 4 32, 24 അല്ല 32. പിന്നെ B × C, C × 3 3C. അപ്പോൾ 50 = 32 + 3C വരും. അവിടുന്ന് സിംപ്ലിഫൈ ചെയ്താൽ അഗെയിൻ C = 6 കിട്ടും. എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കണ്ടെത്താൻ നമുക്ക് നിങ്ങൾ ഐഡിയ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ അതിനൊരു മെത്തേഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ Y(s) എന്താകും? ഇനി നമ്മളുടെ വൈൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്താൽ മതി. എന്ത് വരും? 8 ഇവിടെ എക്കും ബിക്കും സിക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ Y(s) = 8/s+3 ഇവിടെ -2, അതായത് B -2s + 6 / S² + 4 should be equal to 8/s+3. പിന്നെ ഇവിടെ എനിക്ക് ഈ ഫ്രാക്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതാം? -2s/S² + 4. ഈ S² + 4 ന്യൂമറേറ്ററിലുള്ള ഓരോ ടേംസിനും കൊടുക്കാം. +6/, okay, +6/S² + 4.
അപ്പോൾ നമ്മളെ വൈ ഓഫ് എസ്, അതായത് നമ്മളുടെ സൊല്യൂഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ടേംസിന്റെ ഒക്കെ ലാപ്ലാസ് ഇൻവേഴ്സ് കാണാനും നോക്കാറ്. അപ്പോൾ നമുക്ക് വൈ ഓഫ് എസിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടാൽ വൈ ഓഫ് ടി ആകും. അപ്പോൾ വി ഷുഡ് ബി ഈക്വൽ ടു വൈ, therefore വൈ ഓഫ് ടി ഈക്വൽ ടു എന്തെഴുതാം, which implies y of t is equal to Laplace inverse of y of s, which should be equal to Laplace inverse of this term. Okay, അവിടെ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതാം. Which implies y of t equal to Laplace inverse of, Laplace inverse linearity property satisfy ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ടേംസിൽ ലാപ്ലാസ് ഇൻവേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ കോൺസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് എഴുതുകയും ചെയ്യും. അപ്പോൾ 8 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s+3 -2, ഇവിടെ മൈനസ് ഉണ്ട്, പിന്നെ ഈ 2 പുറത്തേക്ക് വരും, -2 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് s/s² + 4 പ്ലസ് അഗെയിൻ നോക്കുക, നമുക്ക് ഇവിടെ 6 ആണുള്ളത് അല്ലേ, പല രീതിയിൽ ചെയ്യാം. ഇവിടെ 6 ആണുള്ളത്, നമുക്ക് ഇവിടെ 4 വരുന്നുണ്ട്. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പോൾ ഇവിടെ 2 കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് എഴുതി, 3നെ ആദ്യം 3 × 2 എന്ന് എഴുതി, എന്നിട്ട് 3നെ പുറത്തേക്ക് എഴുതി, അതാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 3നെ പുറത്ത് എഴുതിയാൽ ഓക്കെ 3 × 2 എന്ന് എഴുതുക, 6നെ, എന്നിട്ട് 3നെ പുറത്തേക്ക്. അപ്പോൾ 3 × ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 2/s² + 4 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s+3 e⁻³ -3t. ഓക്കെ, അപ്പോൾ 8 × e⁻³ -2 × ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് s/s² + 4 cos 2t പ്ലസ് 3 × ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 2/s² + 4 sin 2t, അതായത് 3 × sin 2t. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ, നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഇതായിരിക്കും. ക്ലിയർ ആണെന്ന് കരുതാണ്. നെക്സ്റ്റ് ഇതേപോലെയുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും ഇനീഷ്യൽ കണ്ടീഷനും ഉള്ള ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, സെക്കൻഡ് ഓർഡർ IVP, ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോൾവ് y double dash minus 3y dash plus 2y equal to 4 e⁻⁴ -4t y of 0 equal to 1 y dash of 0 equal to 5. നമുക്ക് ഇങ്ങനെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻ തരുന്നത് x equal to 0 അല്ലെങ്കിൽ t equal to 0 എന്നുള്ള പോയിന്റിലാവണം. ഓക്കെ, അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഇതേ രൂപത്തിൽ ചെയ്യാൻ കഴിയുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യ ഇക്വേഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക, എന്നിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിന് റിഡ്യൂസ് ചെയ്ത് എഴുതുക, എന്നിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ സൊല്യൂഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y of t എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൊല്യൂഷൻ y of t is equal to capital Y of s. Now apply Laplace transform in the equation. അപ്പോൾ ഇക്വേഷനിൽ ലെഫ്റ്റിലും റൈറ്റിലും ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇക്വേഷനിൽ എന്ത് എഴുതാം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y double dash, അതായത് d²y/dt² -3 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് dy/dt പ്ലസ് 2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁻⁴t. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഒക്കെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതാം വിത്ത് റെസ്പെക്ട് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം s² into y of s minus s into y of 0 minus y dash of 0. y of 0യും y dash of 0 തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മൈനസ് ഇവിടെ 3 ഉണ്ട്, പിന്നെ 3 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് dy/dt, അതാണ് ഇവിടെ എഴുതിയത്. s ഇൻറ്റു y of s മൈനസ് y of 0, പിന്നെ 2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y എന്ന് പറഞ്ഞാൽ y of s ആണ്. 2 ഇൻറ്റു y of s ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁴t, which will be equal to 1/s -4 വരും, അതായത് 1/s+4. ഇനി y of s വരുന്ന ടേംസിനെ ഒരുമിച്ച് എഴുതുക, ബാക്കിയുള്ള ടേംസിനൊക്കെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ വരും, ഞാൻ സൈഡിലൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. s² y of s
capital Y of S plus S into Y of 0, Y of 0 1. അപ്പോൾ plus S, minus ആണ്, minus S, പിന്നെ minus Y dash of 0, Y dash of 0 5, minus 5 വരും. ഇവിടെ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ minus 3 into താഴെ വരുന്നുണ്ട് minus 3 into S into Y of S അല്ലേ? അപ്പോൾ minus 3 into S into Y of S into Y of S minus 3 into minus Y of 0, minus 3 into minus Y of 0, അതായത് plus Y of 0, അതായത് plus 3 വരും. Y of 0 1 ആണ്, അപ്പോൾ minus 3 into minus 1 വരും. അപ്പോൾ plus 3 plus 2 into Y of S equal to 1 by S plus 4. S plus 4. ഓക്കെ, ഇവിടെ നോക്കാം. Y of S വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ Y of S വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് Y of S കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? Y of S കോമൺ എടുത്തു ലെഫ്റ്റിൽ നിന്ന്. പിന്നെ ഫസ്റ്റ് ടേം ഇവിടെ നിന്ന് Y of S കോമൺ എടുത്താൽ ബാക്കി S സ്ക്വയർ, ഇവിടെ -3S, പിന്നെ ഇവിടെ 2 plus 2. അപ്പോൾ ഇവിടെ എഴുതി. പിന്നെ ഉണ്ടാവുക -S -5 plus 3 ആണ്. -S -5 plus 3, അതായത് അതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? -S -2 വരും. -S -2നെ റൈറ്റിലേക്ക് മാറ്റാം. അപ്പോൾ റൈറ്റിലേക്ക് മാറ്റുമ്പോൾ -S മാറ്റുമ്പോൾ S വരും, പ്ലസ് S ആവും. -2നെ മാറ്റുമ്പോൾ +2 ആവും. അപ്പോൾ S plus 2, അതാണ് ഇവിടെ എഴുതിയത്. S plus 2 plus 1 by S plus 4. അതായത് നമ്മളുടെ ഇനി നമുക്ക് Y of S എഴുതാം. അതായത് നമ്മളുടെ സൊല്യൂഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന് എഴുതാം. Y of S is equal to S square minus 3S plus 2നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ ഇങ്ങനെ വരും: S plus 2 divided by S square minus 3S plus 1 by S square minus 3S plus 2 into S plus 4. ഇനി സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇവിടെ S minus 3S plus 2 ഉണ്ട്, ഇവിടെ S square minus 3S plus 2 ഉണ്ട്, ഇവിടെ എക്സ്ട്രാ ഡിനോമിനേറ്ററിലുള്ളത് S plus 4 ആണ്. അപ്പോൾ ഈ ടേമിനെ ന്യൂമറേറ്ററിലും S plus 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിലും S plus 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ നമുക്ക് ഒരുമിച്ച് എഴുതുക. അത് നിങ്ങൾ ചെയ്യുക. S plus 2 into S plus 4, അതെന്ത് വരും? S square plus 4S plus 2S, അതായത് 6x വരും. 6x plus 4 into 2 8, പിന്നെ അവിടെ ഒരു 1 ഉണ്ട്, പ്ലസ് 1. ഓക്കെ, അപ്പോൾ S square plus 6x plus 8 plus 1, 8 plus 1 സിംപ്ലിഫൈ ചെയ്താൽ 1. അതായത് നമുക്ക് S square plus 6x plus 9 divided by പിന്നെ ഇവിടെ S square minus 3S plus 2നെ നമുക്ക് വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? S minus 1 into S minus 2 എന്നുള്ള രൂപത്തിലേക്ക് ഫാക്ടറൈസ് ചെയ്യാം. S square minus 3S plus 2 നമുക്ക് ആഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടണം, ആഡ് ചെയ്താൽ -3 കിട്ടണം. അപ്പോൾ -2 -1, അപ്പോൾ S minus 2 into S minus 1 എന്നുള്ള രൂപത്തിൽ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയതാണ് S minus 1, S minus 2, S plus 4. ഇപ്പോൾ നമ്മളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ലാപ്ലാസ് ഇൻവേഴ്സ് കാണണം. ലാപ്ലാസ് ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതാം. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, താഴെ 3 ലീനിയർ പോളിനോമിയൽ, ഇതിൽ S minus A into S minus B into S minus 3 എന്നുള്ള രൂപത്തിലുള്ള ലീനിയർ പോളിനോമിയൽ. 3 ലീനിയർ പോളിനോമിയൽസിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ വരിക? A divided by ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ല, പാർഷ്യൽ ഫ്രാക്ഷൻ എന്താ കൺസിഡർ ചെയ്യുക? A into S minus 1 plus B into S minus 2 plus C into S plus 4. ഇത് നമ്മൾ ലാപ്ലാസ് ഇൻവേഴ്സ് വാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സോൾവ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതാണ്, ഇതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ
ഭാഗം റെഫർ ചെയ്യുക. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്യുക. നമ്മൾ ഇതേപോലെ പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യും, എയും ബിയും സിയും കണ്ടെത്തും. ഓക്കെ, ചെയ്തതാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ ഉള്ള ന്യൂമറേറ്ററിന്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷനിൽ എയും ബിയും കണ്ടെത്താൻ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാല്യൂസ് ചൂസ് ചെയ്താൽ മതിയാവും. അത് ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈക്വൽ ടു a ഇൻറ്റു എസ് മൈനസ് 2 into s plus 4 plus b into s minus 1 into s രൂപത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ആ വീഡിയോനെ ഒന്ന് റെഫർ ചെയ്താൽ ഔട്ട്ലൈൻ പറയാം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ എസിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് -6/5 കിട്ടും. എസിന് 2 കൊടുക്കുമ്പോൾ ബി 25/6 കിട്ടും. എസിന് -4 കൊടുക്കുമ്പോൾ സി 1/30 വരും. അപ്പോൾ അവിടുന്ന് അപ്പോൾ നമ്മളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതാണ്, നമ്മളുടെ y ഓഫ് എസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമും. അത് നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് അതിന് ഇതേ രൂപത്തിൽ എഴുതാം, ഈ രൂപത്തിൽ. അപ്പോൾ ഇവിടെ ഇനി ലാപ്ലാസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുക. ലാപ്ലാസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ ഉള്ള ഓരോ ടേം y ഓഫ് t ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ദിസ്, വിച്ച് വിൽ ബി ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ദിസ്. ഓക്കെ, ലാപ്ലാസ് ഇൻവേഴ്സ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓർ അഡീഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള കോൺസ്റ്റൻസിനെയൊക്കെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇതേപോലെ വരും. ഇനി ലാപ്ലാസ് ഇൻവേഴ്സ് ഈ 1/s - 1ന്റെയും 1/s - 2ന്റെയും 1/s + 4ന്റെ ഒക്കെ ലാപ്ലാസ് ഇൻവേഴ്സ് കാണാൻ എളുപ്പമാണ്, ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ y ഓഫ് t ഈസ് ഈക്വൽ ടു എന്ത് വരും, -16/5 into e raised to t plus 25/6 into e raised to 2t plus 1/30 e raised to -4t. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറയാനുള്ളത്. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ചെയ്യാൻ ലാപ്ലാസ് ട്രാൻസ്ഫോമും അതിന്റെ ഇൻവേഴ്സ് ഒക്കെ വരുന്ന ഇൻവേഴ്സിനെയൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ പ്രോബ്ലത്തിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അതിന്റെ ഇൻവേഴ്സും ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതേ രൂപത്തിൽ തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നിങ്ങളെ പഠിച്ച ഏത് മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.